ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദംസ് കഫേ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയാണ്. ചെറിയ ഉള്ളിയും തക്കാളിയൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഈ ഒരു മീൻകറി ചോറിൻ്റെ കൂടെ മാത്രമല്ല കപ്പയുടെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മീൻകറി തയ്യാറാക്കുന്നത് നോക്കാം. സ്റ്റവിൽ വെച്ചിരിക്കുന്ന ചട്ടി ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ അളവിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ചൂടായ എണ്ണയിലോട്ട് 1/4 ടീസ്പൂൺ അളവിന് കടുക് കൂടി ചേർത്ത് കൊടുക്കുവാണ്. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമുക്ക് 2 നുള്ള ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവ മൂത്ത ശേഷം ഇനി നമ്മൾ അതിനകത്തേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ അളവിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ തന്നെ അരച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും ഒരു 10-12 അല്ലി വെളുത്തുള്ളിയും കൂടി അരച്ചെടുത്തതാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൂത്ത് അതിൻ്റെ റോ ടേസ്റ്റൊക്കെ മാറി വരുമ്പോഴത്തേക്കും നമുക്കതിനകത്തേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 15 എണ്ണം ആണ് ചെറിയ ഉള്ളി എടുത്തിരിക്കുന്നത്. തീരെ ചെറിയ ഉള്ളിയാണെങ്കിൽ 20 എണ്ണം വരെ എടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിൻ്റെ നിറമൊക്കെ അധികം മാറി ബ്രൗൺ നിറമൊന്നും ആകണ്ട. ഇനി ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ അളവിന് മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിന് മഞ്ഞൾപ്പൊടിയാണ്. മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കതിനകത്തേക്ക് ചേർക്കാനുള്ളത് 2 ടേബിൾ സ്പൂൺ അളവിന് കാശ്മീരി ചില്ലി പൗഡറും 1/2 ടേബിൾ സ്പൂൺ അളവിന് സാധാരണ മുളക് പൊടിയാണ്. അപ്പോൾ ഈ മുളക് പൊടികളൊക്കെ ഞാൻ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചെടുത്ത മുളക് പൊടികളാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് എരിവ് കുറച്ചുകൂടി കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ 1 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ അളവിന് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്താൽ മതിയാകും. പൊടികളെല്ലാം മൂത്ത ശേഷം പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഒരു 2 മിനിറ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. നമ്മൾ ചേർത്ത് കൊടുത്ത തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തത്. അതുപോലെ നല്ല പഴുത്ത തക്കാളി ഉപയോഗിച്ചാൽ വേഗം തന്നെ നമുക്കിത് കുക്കായി കിട്ടിക്കോളും. അപ്പോൾ തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്കിത് മൂടി വെച്ച് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ 2-3 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമുക്ക് സൈഡിലൊക്കെ എണ്ണ നന്നായിട്ട് തെളിഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. അതുപോലെ നമ്മൾ ചേർത്ത് കൊടുത്ത തക്കാളിയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ 1-2 തവണ തുറന്ന് നോക്കിയിട്ട് നന്നായിട്ട് ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് താഴെ പിടിക്കാനായിട്ട് സാധ്യതയുള്ളതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ ശേഷം ഇനി നമുക്കിതിനകത്തേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് വെള്ളത്തിലാണ് ഞാൻ കുറച്ച് കുടംപുളി സോക്ക് ചെയ്ത് വെച്ചിരുന്നത്. അത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് ഇനി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ തിളയ്ക്കുന്ന സമയത്ത് മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഫ്ലഷ് ഉള്ള മീൻ ആണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് തരം മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ ഒരു കറിക്ക് കൂടുതലും നല്ലത് അല്പം ഫ്ലഷ് ഉള്ള മീനായിരിക്കും. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഈ ഒരു ചാറിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒന്ന് എല്ലാം വെച്ച് കൊടുക്കാം. 1/2 കിലോ അളവിനാണ് ഞാനിവിടെ മീൻ എടുത്തിരിക്കുന്നത്. ശേഷം നമ്മൾ ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ അളവിന് വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്കിത് മൂടി വെച്ച് മീൻ കുക്കായി കിട്ടുന്നവരെ ഏകദേശം ഒരു 15-20 മിനിറ്റോളം മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മീൻ തിളപ്പിക്കാൻ തുടങ്ങിയിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. അപ്പം മീനൊക്കെ പാകത്തിന് വേവായിട്ടുണ്ട്. അതുപോലെ ചാറൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ 2-3 തവണ ചട്ടി ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ താഴെ പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത ശേഷം കുറച്ചുകൂടി കറിവേപ്പില ഒന്ന് കീറിയിട്ട് ഇതിൻ്റെ മീതെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ മാത്രം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിത് കുറച്ച് സമയം കൂടി മൂടി വയ്ക്കാം. പിന്നീട് നമുക്കിത് സെർവ് ചെയ്യാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ തക്കാളിയും ചെറിയ ഉള്ളിയൊക്കെ ഇതിനകത്ത് നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഈ ഒരു മീൻകറിക്ക്. അപ്പോൾ ഈ ഒരു മീൻകറി ആണെങ്കിൽ ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം. വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മീൻകറി ചെയ്ത് നോക്കിയിട്ട്
ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക്